പരാമർശം വെറുതെ പറയാമെന്നേയുള്ളൂവെന്ന് കുന്നമംഗലം മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്രൻ PTA റഹീം. ജയിക്കാൻ SDPIയുടേതടക്കം പിന്തുണ വേണം. വികസനത്തിനായാണ് വോട്ട് തേടുന്നത്. മണ്ഡലത്തിൽ വികസനം നടന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നവർക്ക് 5 പവൻ സ്വർണം നൽകാൻ തയ്യാറാണ്. കൊടുവള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായി പരാജയപ്പെട്ട മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് തനിക്കെതിരെ മത്സരിക്കുന്നതെന്നും PTA റഹീം ന്യൂസ് 18നോട് പറഞ്ഞു. തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം ഇത്തവണയും ജനവിധി തേടുകയാണ് PTA റഹീം. തുടർച്ചയായി ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ്, MLA ആണ്. ഇത്തവണയും ജനവിധി തേടുമ്പോൾ എന്താണ് പ്രതീക്ഷ? ജനങ്ങളിൽ നിന്ന് ഏത് സ്വീകരണമാണ് ഉണ്ടാവുന്നത്? ഞാൻ ആദ്യം ഇവിടെ മത്സരിച്ചപ്പം 4000 വോട്ടായിരുന്നു ഭൂരിപക്ഷം. അത് പിന്നെ 8ആയി, പിന്നെ 12ആയി. എൻ്റെ ഒരു പ്രവർത്തന ശൈലി വെച്ചിട്ട് നോക്കുമ്പം ഇനിയും ഭൂരിപക്ഷം വർദ്ധിക്കാനാണ് സാധ്യത. കാരണം എൻ്റെ എതിർ സ്ഥാനാർത്ഥി കൊടുവള്ളിയിൽ നിന്ന് ഇന്ന് വരെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാരും തോറ്റിട്ടില്ല. അവിടെ ചരിത്രത്തിൽ ആദ്യമായി കൊടുവള്ളി തോറ്റ ഒരാളാണ് അവിടുന്ന് വന്ന് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളുടെയും വോട്ട് എനിക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്വതന്ത്ര പരീക്ഷണങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ്. ലീഗ് ഇത്തവണ നേരിട്ട് കോണിച്ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതിൻ്റെ ഒരു ആനുകൂല്യം ലീഗിനുണ്ടാകുമോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. കാരണം ചരിത്രത്തിൽ പെരിന്തൽമണ്ണിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്, കൊയിലാണ്ടിയിൽ നിന്ന് ഒരുപാട് ആളുകൾ കൊടുവള്ളി വന്ന് ജയിച്ചു പോയിട്ടുണ്ട്. ഇന്ന് വരെ ലീഗ് അവിടെ തോറ്റിട്ടില്ല. ആകെ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി തോറ്റത് അദ്ദേഹമാണ്. പക്ഷേ ലീഗ് നേതൃത്വം ഇത്തവണ തന്നെ പറയുന്നത് കാലങ്ങളായി CPMന്റെ ഒരു തന്ത്രമാണ് സ്വതന്ത്രമായിട്ട് മണ്ഡലം പിടിക്കുക. അങ്ങനെ കുറച്ച് നാളുകളായി വിജയിക്കുന്നുണ്ട്. പക്ഷേ ഇനി ആ തന്ത്രം വിജയിക്കുന്ന കാലം കഴിഞ്ഞു എന്നാണ് ലീഗ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അത് ഓരോരോ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം പഴയ പോലെ രാഷ്ട്രീയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമൊന്നുമല്ല ഇത്. അതുകൊണ്ടാണല്ലോ പല പ്രാവശ്യം ഞാൻ ജയിച്ചത്. ഇപ്പോൾ കൊടുവള്ളിയിൽ നിന്ന് ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ചല്ലോ. ഞാൻ മുരളീധരനായിരുന്നു സ്ഥാനാർത്ഥി. പക്ഷെ അത് ജയിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ആക്സെപ്റ്റൻസ്. നമ്മളോട് പാർട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് പൂർണ്ണബോധ്യമുള്ള ആളുകൾ ലീഗിൽ തന്നെ ഉണ്ട്. ഒരുപാട് ആളുകൾ എന്നെ പുറത്താക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ലീഗുകാർക്ക് തന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ നിൽക്കാൻ സാധിക്കാത്തത്. ഈ കാരാട്ട് റസാക്ക് നാടകീയമായിട്ടാണ് മടങ്ങിപ്പോയത്. താങ്കൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. താങ്കളാണ് ഈ കൊടുവള്ളിയുടെ വികസനമൊക്കെ തടയുന്നത്. താങ്കൾ നിർദ്ദേശപ്രകാരമാണ് റിയാസ് അവിടെ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കാതെ ഇരുന്നത് എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ശുദ്ധമായ അസംബന്ധമാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് കിഫ്ബി പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചതും നടപ്പാക്കിയതും ഒക്കെ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാം ഒന്നായിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന സിറാജ് ഫ്ലൈ ഓവറിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട MK മുനീർ തന്നെയാണ് ഇതാവശ്യമില്ല എന്ന് എഴുതി കൊടുത്ത് അവിടുത്തെ മുനിസിപ്പാലിറ്റി അതുകൊണ്ട് റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തു. അതാണ് അതിനൊരു തടസ്സമുണ്ടായത്. ഞാനത് നിയമസഭയിൽ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും ചെയ്യുകയും അതിന് ഐഡിയ ഉണ്ടാക്കുകയും ചെയ്തത് ഞാനാണ്. ഈ താങ്കളുടെ ബന്ധുക്കൾക്ക് വേണ്ടി അട്ടിമറിച്ചു എന്നാണ്? അതോ അദ്ദേഹം ആർക്കും അവിടെ സ്ഥലമൊന്നുമില്ല. പോകുന്ന സ്ഥലത്ത് ഒരു പള്ളിയും ബാഫി തങ്ങളുടെ സ്മാരക സൗധവും ഒരു മദ്രസ കെട്ടിടവുമാണുള്ളത്. അത് പിന്നെ പഴയതാണ്, 52-ലുള്ളതാണ്. അത് ഞങ്ങൾ ഇത് പോകും എന്നുള്ള നിലക്ക് മദ്രസ കെട്ടിടം ഞങ്ങൾ വേറെ ഉണ്ടാക്കി ഇതിനൊരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം പറ്റിപ്പോ. കാരണം ആ മദ്രസ രണ്ടാമത് പുനരുദ്ധരിക്കേണ്ടി വന്നു. അതിനിപ്പോൾ 10-30 ലക്ഷം രൂപ ചിലവായി. ഇതെടുത്തുമില്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടി SDPയുടെ ഒക്കെ സഹായം പിന്തുണ വലിയ ചർച്ചയായി മാറുകയാണ്. ഈ ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇത്തരം സ്വതന്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്നത്? ഇത്തരം കക്ഷികളുടെ വോട്ട് നേടാൻ വേണ്ടിയാണെന്നാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. വെൽഫെയർ പാർട്ടിയുടെയൊക്കെ വോട്ട് ഏത് ദിശയിലേക്കാണ് ഇവിടെ പോവുക? അവിടെ നിന്നൊക്കെ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ തീരുമാനമൊക്കെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആരായാലും വ്യക്തിപരമായും ഇവിടുത്തെ വികസനവും മുൻനിർത്തി എനിക്ക് വോട്ട് ചെയ്യും. കാരണം ഞാനൊരു രാഷ്ട്രീയ വിവേചനവും കാണിക്കാതെയാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ BJP ആണെങ്കിലും ശരി, നിങ്ങൾ പറയുന്ന വെൽഫെയർ പാർട്ടി ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പക്ഷഭേദവും ഞാൻ കാണിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.